മലയാള സിനിമയിലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട താരദമ്പതികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. 1995-ൽ അഭിനയ ലോകത്തേക്കെത്തിയ മഞ്ജു വാര്യർ 3 വർഷത്തിനു ശേഷം 1998-ൽ ദിലീപിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതോടെ അഭിനയ ലോകത്തുനിന്നും താൽക്കാലികമായി വിടവാങ്ങുകയും ചെയ്തു. എന്നാൽ 2014-ൽ ദിലീപും മഞ്ജുവും വേർപിരിയുകയായിരുന്നു. വിവാഹമോചനത്തിന് പിന്നാലെ മഞ്ജു വാര്യർ അഭിനയത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. മഞ്ജു വാര്യരുമായുള്ള വിവാഹത്തിന് ശേഷമാണ് തൻ്റെ ഭാഗ്യങ്ങളെല്ലാം ഉണ്ടായതെന്ന് ദിലീപ് നേരിട്ട് പറയുന്ന ഒരു വീഡിയോയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ദിലീപിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്താണ് പഞ്ചാബി ഹൗസ് റിലീസ് ചെയ്യുന്നത്. അത് ഹിറ്റായ സമയത്തായിരുന്നു എൻ്റെ കല്യാണം. അതുവരെ ഞാൻ സിനിമയെ വലിയ പ്രാധാന്യത്തോടെ കണ്ടിരുന്നില്ല. കല്യാണം കഴിഞ്ഞതോടെ ഞാൻ സീരിയസ് ആയി. അവൾ അത്ര നല്ല സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ കൂടെ വന്നത്. അവൾ തിരഞ്ഞെടുത്ത വഴി തെറ്റായെന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കരുത്. അവൾ വലിയ നടിയാണ്. അവളുടെ ഭർത്താവ് മോശക്കാരനാണെന്ന് ആരെക്കൊണ്ടും പറയിക്കരുതെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നെന്നും ദിലീപ് അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ ശേഷം ഒഴുക്കിനെതിരെ നീന്തലായിരുന്നു. കാരണം എല്ലാവരും എനിക്കെതിരായിരുന്നു. പിന്നീടാണ് ഞാൻ അഭിനയത്തിൻ്റെ തന്ത്രം പഠിച്ചതെന്നും ദിലീപ് പറയുന്നുണ്ട്. തലക്കനം കൂടിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അതിന് തലയിൽ എന്തെങ്കിലും വേണ്ടേ എന്നാണ് ദിലീപ് ഉത്തരം നൽകുന്നത്. തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പടം നിർമ്മിക്കുമോ? കിട്ടുന്ന കാശ് ബാങ്കിലിട്ട് ഞാൻ വീട്ടിൽ പോകില്ലേ? മലയാള സിനിമയിലെ ഏറ്റവും ബുദ്ധിമാന്മാർ മമ്മൂക്കയും ജയറാമേട്ടനുമാണ്. കിട്ടുന്ന കാശ് മറ്റു കാര്യങ്ങളിൽ നിക്ഷേപിച്ച് ഒരു ടെൻഷനുമില്ലാതെ സുന്ദരമായി അവർ ജീവിക്കുന്നു. ബുദ്ധിമതിയായ നടി മഞ്ജു വാര്യർ തന്നെയാണ്. അവർ എന്നെ കല്യാണം കഴിച്ച് പെട്ടെന്ന് തന്നെ സിനിമ വിട്ടില്ലേ? ബുദ്ധിയുള്ളത് കൊണ്ടല്ലേ സിനിമ വിട്ടതെന്നും ചിരിച്ചുകൊണ്ട് ദിലീപ് പറയുകയാണ്. മലയാള സിനിമയിലെ ബുദ്ധിയിൽ MBA ഉള്ളത് മമ്മൂട്ടി തന്നെയാണ്. നിത്യജീവിതത്തിൽ പോലും പല മേഖലകളിൽ അദ്ദേഹത്തിന് വലിയ അറിവുണ്ട്. കാലത്തിനൊത്ത് സ്വയം പുതുക്കുന്ന നടനാണ് അദ്ദേഹം. മകൾ മീനൂട്ടിക്ക് മീശമാധവൻ ഏറെ ഇഷ്ടമാണ്. കുഞ്ഞിക്കൂനൻ ചെയ്യുന്ന സമയത്ത് ഞാൻ മേക്കപ്പ് അഴിക്കാതെ വീട്ടിൽ പോയിരുന്നു. കൂന് മാത്രമുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയ എന്നെ കണ്ട മീനൂട്ടി എന്നോട് ആരാണെന്ന് ചോദിച്ചു. അച്ഛൻ്റെ ചേട്ടനാണെന്നായിരുന്നു ഞാൻ നൽകിയ മറുപടി. ആ വേഷത്തിൽ 1-2 തവണ കൂടി ഞാൻ വീട്ടിൽ പോയി. അപ്പോഴൊക്കെ വലിയച്ഛ എന്നായിരുന്നു മീനൂട്ടി വിളിച്ചത്. അച്ഛനെ മനസ്സിലായില്ലെന്നായിരുന്നു ആദ്യം കരുതിയത്. പക്ഷേ ആ വേഷത്തിൽ ഞാൻ അവളെ വഴക്ക് പറഞ്ഞപ്പോൾ അച്ഛ വേണ്ടച്ഛ എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, എനിക്ക് വിഷമമാകേണ്ടെന്ന് കരുതി അവൾ അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന്. ഏത് വേഷത്തിൽ ചെന്നാലും അവൾക്കെന്നെ തിരിച്ചറിയാൻ സാധിക്കുമെന്നും ദിലീപ് അഭിമുഖത്തിൽ പറയുന്നു. സംവിധായകൻ ശാന്തിവിള ദിനേശാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദിലീപിൻ്റെ ഈ പഴയ അഭിമുഖത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. 2004-ൽ വനിതയ്ക്ക് ദിലീപ് നൽകിയ ഒരു അഭിമുഖമായിരുന്നു ഇത്.